ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ഞു പോലൊരു ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുട്ടി വ്ളോഗിൽ വരാൻ പോകുന്നത് നമ്മുടെ കാർ വാഷിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കാർ വാഷ് നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഔട്ടർ സൈഡ് നമ്മൾ ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാറിൻ്റെ ഇൻറ്റീരിയർ പോർഷൻ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ മെയിനായിട്ടും നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇൻറ്റീരിയർ ക്ലീനിങ്ങിൻ്റെ കാര്യമാണ് കേട്ടോ. കാറിൻ്റെ ഔട്ടർ ക്ലീനിങ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻറ്റീരിയർ ക്ലീനിങ്ങും. കാരണം നമ്മുടെ സീറ്റൊക്കെ ആണെങ്കിലും പലപ്പോഴും കുറച്ച് നാളൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പം കരിമ്പിനടിച്ച പോലത്തെ ഒരു അവസ്ഥയിലൊക്കെ വന്ന് കാണാറുണ്ട് അല്ലേ? നിങ്ങളുടെ വണ്ടിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടോ എന്നറിയില്ല. നമ്മുടെ വണ്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഡസ്റ്റും കാര്യങ്ങളും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ എ സിക്കുള്ളിലൊക്കെ ചിലപ്പോൾ ഈ പൊടിയും കാര്യങ്ങളൊക്കെ കയറിയിരിക്കില്ലേ, മൊത്തത്തിൽ നമ്മൾ കാറിൻ്റെ ഒരു വിൻഡോസ് ഓപ്പൺ ചെയ്യുമ്പോൾ അകത്തേക്ക് പൊടി വരുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ് അതെല്ലാം. അപ്പോൾ മൊത്തത്തിലൊരു ഇൻറ്റീരിയർ ക്ലീനിങ് ഒക്കെ ചെയ്തിരുന്നാൽ വളരെ നന്നായിരിക്കും. അപ്പം നമ്മളത് ചെയ്തതിൻ്റെ വീഡിയോസ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മൾ അടിമാലിയിൽ എക്സ്പ്രസ് കാർ വാഷിലാണ് ഇത് ചെയ്തത് കേട്ടോ. മിസ്റ്റർ വിഷ്ണുവിൻ്റെ ഉടമസ്ഥതയിലാണ് ഈ സ്ഥാപനം ഉള്ളത്. നല്ല രീതിയിൽ അവർ കാർ വാഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട് കേട്ടോ. ഇതിപ്പം നമ്മുടെ വണ്ടി നമ്മൾ വാഷിങ്ങിന് കൊടുത്ത സമയത്ത് സീറ്റിൻ്റെ ഒക്കെ ഒരു അവസ്ഥ ഇതായിരുന്നു. നിങ്ങൾ നോക്കിക്കേ, മൊത്തം ഒരുമാതിരി കരിമ്പിലടിച്ച പോലത്തെ ഒരു അവസ്ഥയില്ലേ. നമ്മൾ എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാലും കുറേയൊക്കെ നമ്മുടെ വേർപ്പും പ്രശ്നങ്ങളും ഒക്കെ കാരണമൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ കുറേയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് സീറ്റൊക്കെ ആയിപ്പോകും അല്ലേ. അപ്പം അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു അരോചകത്വം ഫീൽ ചെയ്യില്ലേ. അപ്പം നമ്മൾ കുറേ നാളോട് വിചാരിക്കുന്നുണ്ട് അതിൻ്റെ ഇൻറ്റീരിയർ ക്ലീനിങ് ഒന്ന് ചെയ്യണം എന്ന്. അപ്പം മിസ്റ്റർ വിഷ്ണു അത് ചെയ്യാം എന്നുള്ള കാര്യം സജസ്റ്റും കൂടി ചെയ്തപ്പോൾ നമുക്കങ്ങ് ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ട്രൈ ചെയ്തതാണ് കേട്ടോ. അപ്പം ഇതാണ് അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും അവരത് ചെയ്യുന്നുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ. നല്ല രീതിയിൽ ആ ഒരു ടീം നമ്മുടെ കാറിൻ്റെ ക്ലീനിങ്ങും ഇൻറ്റീരിയർ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഇവർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ ഒരു ഇഫക്റ്റ് കണ്ടോ, നിങ്ങൾ നോക്കിക്കേ. നമ്മുടെ പഴയ സീറ്റ് പോലെയാണോ ഇപ്പോൾ ഈ സീറ്റ് ഇരിക്കുന്ന സീറ്റ് അത് തന്നെ, പക്ഷേ അതിൻ്റെ ആ ഒരു വൃത്തി കണ്ടോ. ആ പഴയ കരിമ്പിനൊക്കെ മാറി നല്ല പുത്തൻ സീറ്റ് പോലെ ആയിട്ടില്ലേ. അതാണ്, അകമൊക്കെ നല്ല രീതിയിൽ വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇൻറ്റീരിയർ ക്ലീനിങ്ങിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത്. അടിമാലി പരിസരത്തുള്ള ആർക്കെങ്കിലും ഒക്കെ ഇൻറ്റീരിയർ ക്ലീനിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എക്സ്പ്രസ് കാർ വാഷുകാരെ സമീപിക്കുക. അപ്പോൾ നമുക്കത് നല്ലൊരു ഫീൽ ഗുഡായിട്ട് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് അത് ഷെയർ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കാറിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിപ്പം നമ്മുടെ കാറിൻ്റെ ഒരു ഔട്ട് സൈഡ് അവർ മൊത്തത്തിൽ കാർ വാഷ് നോർമലി ചെയ്യുന്ന കാർ വാഷില്ലേ, അവർ കാർ വാഷ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതും കൂടി ഞാൻ ഈ കൂടുതൽ അറ്റാച്ച് ചെയ്തതാണ്. നിങ്ങൾ